മറ്റുള്ളവരുടെ ശാപം ഏൽക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് കേട്ടോ. ആ ചോദ്യം ചോദിച്ചതാരാന്ന് ഞാൻ ഓർക്കുന്നില്ല. നമുക്ക് അതേക്കുറിച്ച് പറയാം. ശാപം ഫലിക്കും എന്നാണ് പറയാം. അപ്പോൾ അത് നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കമണ്ടിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് തളിക്കുന്നതല്ല, ചിത്രകഥയിലൊക്കെ കാണുന്നത് പോലെ. അതൊക്കെ ശപിക്കുകയാണ്, ശാപമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. മനസ്താപം എന്നാണ് പറയുക. നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ വിഷമിപ്പിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അവർ നിസ്സഹായരാണെന്ന് വിചാരിക്കുക, പ്രതികരിക്കാത്തവരാണെന്ന് വിചാരിക്കുക, അവർ മനസ്സിലൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. ഭഗവാനെ എന്നൊരു വിളി അവർ വിളിക്കും. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ശാപമായിട്ട് വന്ന് വലിക്കും എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യണം? ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിഷമിപ്പിക്കാതിരിക്കുക. കളിയാക്കി ചിരിക്കുക പോലും ചെയ്യരുതെന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കുന്നതിനേക്കാൾ മാരകമായിട്ടുള്ള മുറിവുകളാണ് നാവുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ഉണ്ടാകുക. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പം മുതിർന്നവരെ മാത്രമല്ല കേട്ടോ, കുട്ടികളെയും നമ്മൾ വിഷമിപ്പിക്കരുത്. അവരെ തല്ലാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ ഒന്നും പാടില്ല. അവർക്ക് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ചിലരൊക്കെ കുട്ടികളെ ഇരുത്തി വിഷമിപ്പിക്കുന്ന അങ്ങനെ പല വീഡിയോസും നമ്മൾ കണ്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്യരുതെന്നാണ് പറയുക. കാരണം ബാലശാപമാണെങ്കിൽ അത് കാല് പിടിച്ചാൽ പോകില്ല എന്ന് പറയും. ഇനിയിപ്പോൾ മനുഷ്യരുടെ കാര്യം മാത്രമല്ല കേട്ടോ, മൃഗങ്ങളാണെങ്കിലും അവരെ ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പാടില്ല. കാരണം അവർക്കൊന്നും പ്രതികരിക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല. അപ്പോൾ അവരുടെ മനസ്സിലും വിഷമങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഭഗവാൻ കാണും. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിലുണ്ടായിട്ടുള്ള വിഷമങ്ങളാണ് അത് ശാപമായിട്ട് ഫലിക്കുക. അപ്പം അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറുക. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിഷമങ്ങളെ കുറിച്ചാണ് പറയണത് കേട്ടോ. ശപിക്കാനായിട്ടും ഒരു യോഗ്യത വേണമെന്ന് പറയും. വെറുതെ ശപിക്കുക അല്ലെങ്കിൽ വെറുതെ സങ്കടപ്പെട്ടു എന്നല്ല പറയണത്. ശരിക്കും ഒരാൾ വിഷമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ശാപമായിട്ട് ഫലിക്കുന്നതാണ് പറയുക. ഇനി അറിയാതെ വിഷമിപ്പിച്ചു, നമുക്കതിൽ പശ്ചാത്താപമുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് പറയുക. ഭഗവാനെ അറിയാതെ പറ്റിപ്പോയിട്ടുള്ള തെറ്റാണ്, ക്ഷമിക്കണം എന്ന് പറയുക. അപ്പോൾ പിന്നെ ശാപമൊന്നും ഏൽക്കാതെ ഭഗവാൻ നോക്കിക്കോളും. പക്ഷെ അത് ആവർത്തിക്കാതിരിക്കണം. ഒരിക്കൽ പറ്റിയ തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ ആരുടെയും ശാപങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. പിന്നെ എല്ലാവരുടെ അടുത്തും നന്നായിട്ട് പെരുമാറുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരാൾക്കും നമ്മൾ മുഖാന്തരം ഒരു വിഷമം ഉണ്ടാകില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള ശാപവും ഏൽക്കില്ല.